അയ്യോ അതെന്തൊരു വലിയ കഷ്ടമാണ്. ഇതുപോലത്തെ ഇലക്ഷനിൽ നിങ്ങൾ അതാണോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട്ടു നികുതി കൂട്ടിയതിനെക്കുറിച്ച്, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, കറണ്ട് ചാർജ് 3-4 തവണ കൂട്ടിയതിനെക്കുറിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് എന്താ കൂട്ടാൻ ബാക്കി? അതല്ലേ ജനങ്ങളുടെ വിഷയം. ആ വിഷയങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ മറ്റു പല വിഷയങ്ങളിലേക്കും ഇങ്ങനെ റിപ്പീറ്റഡായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമാണ്. നിങ്ങൾ ഓരോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇവിടെ ചർച്ച സിറ്റിംഗ് MLA കൊല്ലത്ത് സിറ്റിംഗ് MLA ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുകേഷ് എന്നാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള മറുപടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള അതുകൊണ്ടാണ് അതിൽ നിന്ന് എത്രയോ കൃത്യമായിട്ടുള്ള മറുപടിയല്ലേ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്തതിലും കൂടുതൽ കൃത്യമായ ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. അത് എന്ന് പറയുന്നത് ഒരു കേസ് പോലും അല്ലെങ്കിൽ ഒരു പരാതി പോലും ഔപചാരികമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. വി ആർ ഡിസ്റ്റൻസിങ് അവർസെൽസ് ഫ്രം ദാറ്റ് പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാവുക, കോൺഗ്രസിന്റെ ഒരു നേതാവാകുക, കോൺഗ്രസിന്റെ ജനപ്രതിനിധി ആവുക എന്ന് പറയുന്നത്